ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ 8 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു. ഇറാന്റെ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് അപകടമുണ്ടായത്. റൈസിക്കൊപ്പം വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹി അടക്കം 7 പേർ കൂടി അപകടത്തിൽ മരിച്ചു. 2021 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 62% വോട്ട് നേടിയാണ് റൈസി വിജയിച്ചത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വളവുകളോ കയറ്റങ്ങളോ ഇല്ലാത്തതുമായ റോഡ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി സൗദി അറേബ്യയിലെ ഹൈവേ 10. നേർരേഖയുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണിത്. എംടി ക്വാർട്ടർ എന്നറിയപ്പെടുന്ന റുബ് അലി കാലി മരുഭൂമിയിലൂടെയാണ് പാത കടന്നു പോകുന്നത്. സൗദിയിലെ ഹറത്ത് നഗരം മുതൽ UAEയുടെ അതിർത്തിയായ അൽബത്ത വരെയുള്ള പാതയുടെ ആകെ നീളം 256 കിലോമീറ്റർ ആണ്. 2.5 മണിക്കൂറാണ് പാതയിലൂടെയുള്ള ആകെ യാത്രാസമയം. ലോകത്തിലാദ്യമായി 6G ഉപകരണം പുറത്തിറക്കുന്ന രാജ്യമായി ജപ്പാൻ. ഡൊക്കോമോ, NTT കോർപ്പറേഷൻ, NEC കോർപ്പറേഷൻ മുതലായ ജപ്പാനിലെ പ്രമുഖ ടെലികോം കമ്പനികൾ സംയുക്തമായാണ് 6G ഉപകരണത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത്. നിലവിലുള്ള 5G നെറ്റ്വർക്കിനേക്കാൾ 6Gക്ക് സെക്കൻഡിൽ 100 GB ട്രാൻസ്മിഷൻ റേറ്റിംഗ് ഉണ്ടെന്നാണ് കമ്പനികളുടെ അവകാശവാദം. ജർമ്മൻ സാഹിത്യകാരി ജെന്നി എർപ്പൻ ബെക്കിനും പരിഭാഷകൻ മൈക്കൽ ഹോഫ്മാനും അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് എർപ്പൻ ബെക്ക്. കൈറോസ് എന്ന നോവലിനാണ് പുരസ്കാരം. കിഴക്കൻ ജർമ്മനിയുടെ അവസാന കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന പ്രണയകഥയാണ് നോവലിൽ. മറ്റു ഭാഷകളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. സമ്മാനത്തുകയായ £1,00,000 സാഹിത്യകാരിയും പരിഭാഷകനും പങ്കിട്ടു. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയായ വിക്ടോറിയ ഷിയെ അവതരിപ്പിച്ചു. യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായാണ് പ്രതിനിധി പ്രവർത്തിക്കുക. വിജയം എന്നർത്ഥം വരുന്ന വിക്ടോറിയ പദത്തിൽ നിന്നും നിർമ്മിത ബുദ്ധി എന്നർത്ഥം വരുന്ന യുക്രൈൻ പദമായ ഷ്ടുചുനി ഇന്റലക്ട് വാക്കിൽ നിന്നുമാണ് വിക്ടോറിയ ഷീ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. റോസാലി നോംബ്രെ എന്ന യഥാർത്ഥ വ്യക്തിയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് വിക്ടോറിയ ഷീയെ നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആദ്യ ഭരണഘടനാ പാർക്ക് പൂനെയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ആർമിയും പുനീത് ബാലൻ ഗ്രൂപ്പും സംയുക്തമായാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സദേൺ കമാൻഡ് ജനറൽ അജയ് കുമാർ സിംഗ് ആണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. പൗരവബോധം, ഭരണഘടനയോടുള്ള ആദരം, ദേശസ്നേഹം എന്നിവ ഉയർത്തിക്കുകയാണ് പാർക്കിന്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് മണ്ണും പാറകളും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി പേടകം അയച്ച് ചൈന. ചാങ് E6 എന്നാണ് ദൗത്യത്തിന്റെ പേര്. ചൊവ്വ ഗ്രഹത്തിൽ ലാൻഡിംഗ് എന്ന ചരിത്ര ദൗത്യവുമായി തയ്യാറാക്കുന്ന മംഗൾയാൻ 2 പദ്ധതിയുടെ വിവരങ്ങൾ ISRO പുറത്തുവിട്ടു. ചൊവ്വയുടെ പ്രതലത്തിൽ പര്യവേക്ഷണത്തിനായി റോവർ അന്തരീക്ഷത്തിൽ 100 മീറ്റർ ഉയരത്തിൽ പറന്നുകൊണ്ട് നിരീക്ഷണം നടത്തുന്ന ഹെലികോപ്റ്റർ എന്നിവയാണ് ദൗത്യത്തിലുണ്ടാവുക. ISROയുടെ LVM Mark 3 റോക്കറ്റാവും ദൗത്യത്തിൽ ഉൾപ്പെട്ട് പേടകത്തെയും
മറ്റ് നിരീക്ഷണ ഉപകരണങ്ങളെയും വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് കുതിക്കുക. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ അമേരിക്കയും ചൈനയ്ക്കും ശേഷം ചൊവ്വയിൽ വിജയകരമായി ലാൻഡിംഗ് നടത്തുന്ന മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയാവുന്ന ബോംബുകളെ നിർവീര്യമാക്കാൻ കെൽട്രോൺ വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റമായ മാരിച്ച് സംവിധാനം നാവികസേനയ്ക്ക് കൈമാറി. നൂതനമായ സാങ്കേതിക വിദ്യകളാൽ വികസിപ്പിച്ച 5 മാരിച്ച് ഉപകരണങ്ങളാണ് തുടക്കത്തിൽ കൈമാറിയത്. ആകെ 11 ഉപകരണങ്ങളാണ് കെൽട്രോൺ നിർമ്മിക്കുന്നത്. അരൂരിലെ കെൽട്രോൺ കൺട്രോൾ, മലപ്പുറം കെൽട്രോൺ ലിമിറ്റഡ് എന്നിവ സംയുക്തമായാണ് സംവിധാനത്തിലെ ഉപകരണങ്ങൾ നിർമ്മിച്ചത്. ആഡംബര വസ്തുക്കളുടെ നിർമ്മാണം, ശില്പനിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത വെളുത്ത മാർബിളായ അംബാജി വൈറ്റ് മാർബിളിന് ഭൗമസൂചികാ പദവി ലഭിച്ചു. ഡെങ്കി വൈറസുകൾക്കെതിരെയായി ജപ്പാനിലെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയായ ടക്കേഡ നിർമ്മിച്ച ടാക് 003 വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി. മുതിർന്നവർക്കു പുറമെ 6 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും നൽകാൻ സാധിക്കുമെന്നത് വാക്സിന്റെ പ്രത്യേകതയാണ്. ഡെങ്കി വൈറസിന്റെ 4 വകഭേദങ്ങൾക്കെതിരെ വാക്സിൻ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിരുന്നു. രോഗലക്ഷണങ്ങളോടെയുള്ള കേസുകൾ തടയുന്നതിൽ 80.2% വാക്സിന്റെ ഫലപ്രാപ്തി. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2 ഡോസാണ് വ്യക്തികൾക്ക് നൽകുക. മുൻ ജർമ്മൻ ഫുട്ബോൾ താരമായ കാൾ ഹെയ്ൻസ് ഷെല്ലിങ്ങർ അന്തരിച്ചു. പശ്ചിമ ജർമ്മനിക്കായി 4 ഫുട്ബോൾ ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. ലോകകപ്പിൽ 17 മത്സരങ്ങളിൽ ജർമ്മനിക്കായി ബൂട്ടണിഞ്ഞു. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്? ഉത്തരം കാമ്യ. 2024 തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടിയത്? ഉത്തരം സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം? ഉത്തരം USA. തൈവാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്? ഉത്തരം ലായ് ചിങ് തേ. ഇറാന്റെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത്? ഉത്തരം മുഹമ്മദ് മൊഗ്ബർ. ബ്ലൂംബർഗിന്റെ ലോകത്തിലെ 15 അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ? ഉത്തരം മുകേഷ് അംബാനി, ഗൗതം അദാനി. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി? ഉത്തരം നെതർലൻഡ്സ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിന്റെ പേര്? ഉത്തരം ശക്തി 2024. മുൻ മുഖ്യമന്ത്രിയായ EK നയനാരുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബർണശ്ശേരി. ഇതോടെ 2024 ജൂൺ 8 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.